എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സത്യം പറയാനില്ല. ഇതിന് ഈ രാവണപ്രഭുവിന് FTFS ഇപ്പൊ ഈ ഷോ കഴിഞ്ഞ് കയറിയവർക്ക് ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. നമ്മളെ ഷോ കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ ഒരു ഇതെങ്ങനെയാണെന്ന് ഇമ്പാക്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമൊരു പയ്യപ്പൻ ഇവിടെ വന്നിട്ടുണ്ട്. അത്ര ആവേശമായിരുന്നു. എന്താ വെച്ചാൽ അത് കംപ്ലീറ്റ് ഫാൻ ഷോ ആണ്. ഇവിടെ പിടിക്കുക എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമാണ് ലാലേട്ടൻ്റെ എല്ലാ റിലീസ് പടങ്ങളും വരുമ്പോഴും തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ഒരു സ്വീകാര്യത ലഭിക്കുന്നത്. തിരുവനന്തപുരത്ത് 2 ബിഗ് സ്ക്രീനുകൾ, ഒന്ന് കൈരളി ഏകദേശം 430 സീറ്റും ഇവിടെ 700 സീറ്റും. അപ്പോൾ ഏകദേശം ഇത്രയും തിയേറ്റർ ഫുള്ളാക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഫാൻ ബേസ് ട്രിവാൻഡ്രത്ത് ലാലേട്ടനുണ്ട്. അപ്പോൾ ആ ഒരു ആവേശം നേരിട്ട് കാണാൻ കൂടെ വേണ്ടിയിട്ടാണ് ഇവിടെയും കൂടെ വന്നത്. നമ്മൾ രാവണപ്രഭു എടുക്കുമ്പോൾ കുറേ മാസം ഡയലോഗ് ഉണ്ടല്ലോ, ഏതെങ്കിലും ഡയലോഗ് പറയാം. അതൊക്കെ അങ്ങനെ കൊണ്ട് പറ്റും. നമ്മളൊക്കെ പറയുന്നത് അങ്ങനെ അതൊന്നും നടക്കണ അതല്ല, പറയേണ്ട കാര്യമില്ല, മനസ്സിലുണ്ട്. ചേട്ടാ പഴയ ഓർമ്മകളൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ടത് അന്ന് 2001 ഓണത്തിലായിരുന്നു. എനിക്ക് 4 വയസ്സാണ്. വീട്ടുകാരെല്ലാം അവിടെ പോയി കാണിച്ച പടമാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന പടം ലാലേട്ടൻ്റെ പടം. അന്ന് ഹൃദയത്തിൽ കയറിയതാണ്. ഇന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ചേട്ടാ ഇപ്പൊ ആവേശം ഇപ്പോഴും മാറിയിട്ടില്ല. അന്ന് 4 വയസ്സ് നമുക്കറിയാമല്ല. നമുക്ക് എപ്പോഴും ആ ഒരു മനസ്സിൽ കാണുമ്പോഴാണല്ല, ചെറുതായിട്ടിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണല്ലോ പിന്നെ നമുക്ക് സ്വാധീനം. ഞാൻ ആദ്യമായിട്ട് ലാലേട്ടൻ തിയേറ്ററിൽ പോയി കാണുന്ന സിനിമ രാവണപ്രഭു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ കാണുന്ന സിനിമ രാവണപ്രഭു. 7 മണിക്ക് ഷോ തുടങ്ങി. പക്ഷേ ഒരു പറയല്ലോ, പീക്ക് എന്റർടൈൻമെന്റ് പടം, പീക്ക് കൊമേഴ്സ്യൽ പടം നമുക്ക് തിയേറ്ററിൽ അത്രയും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അമ്മാതിരി ഒരു റെസ്പോൺസ് ആയിരുന്നു. അതായത് ഞാനൊക്കെ കൊച്ചിലെ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടൊരു ചെറിയൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. ഫാമിലിയായിട്ട് അച്ഛനമ്മയും കൊണ്ടുവന്നായിരുന്നു. പക്ഷെ അത് ഇപ്പോഴും വീണ്ടും നമ്മൾ TV കാണുന്നു, ആ ഒരു ഓരോ ഡയലോഗ് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലുണ്ട്. പക്ഷെ അതിനുശേഷം ആ തിയേറ്ററോട് കണ്ടപ്പോഴത്തേക്ക് വീണ്ടും ആ ഒരു ഓരോ മൊമെന്റ്സ് നമുക്ക് അത്രയും ഒരു വേറെ ലെവലിൽ നമുക്ക് അത് വൈബ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അത് നമുക്ക് അത്രയും അർമാദിച്ച് കാണാൻ പറ്റും. അത് പെർഫോമൻസിന് അത്രയും നമുക്ക് ആ ഒരു TV കാണുന്ന നമുക്ക് തിയേറ്ററിൽ നിന്ന് എല്ലാവരുമായിട്ടുള്ള ഒരു ഓഡിയൻസ് എല്ലാവരുമായിട്ട് മനസ്സിലാവും. അപ്പം വീണ്ടും നമ്മൾ TV കാണുന്ന ലാലേട്ടൻ്റെ ആ ഒരു ഡയലോഗും കാര്യങ്ങളും വീണ്ടും സ്ക്രീനിൽ ഒന്നുകൂടെ കണ്ടപ്പോഴത്തേക്ക്, അതായത് ലാലേട്ടൻ്റെ മുമ്പത്തെ റിവ്യൂസ് വന്നെങ്കിലും അത്രയും നമ്മൾ എൻജോയ് ചെയ്ത് കണ്ടു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ നേരിട്ടുള്ളതെന്ന് വെച്ചാൽ 7 ഷോട്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു റെസ്പോൺസ് നമുക്ക് കാണണം. കാരണം ആ ഒരു അവിടെ ഇറങ്ങിയപ്പോൾ ആ ഒരു രോമാഞ്ചം നമുക്ക് ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. ആ ഒരു രോമാഞ്ചം തന്നെ ഇവിടുത്തെ ഓഡിയൻസ് നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ റെസ്പോൺസ് കൂടെ കാണാൻ പറ്റുന്നത്. ആപ്പച്ചട്ടിയിൽ അരി വെറുക്കല്ലേ മോനെ, സവാരിഗിരി അതൊക്കെ നമ്മൾ ഫ്രണ്ടാണല്ലോ ഫുള്ള്. അന്യ എക്സ്പീരിയൻസ് തന്നെയാണ്. 4K കാണുമ്പോഴേ എത്ര നാളുകൾ ശേഷം ലാലേട്ടൻ ഇങ്ങനെ കാണുക ഒന്നും പറയാനില്ല. എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം തന്നെയാണ്. അപ്പൊ ആ വൈബൊക്കെ എങ്ങനെയുണ്ട്? പാട്ടൊക്കെ അന്യായ വൈബല്ലേ. ഇപ്പോഴാണ് ശരിക്കും പടത്തിന്റെ ഒന്ന് ഫുള്ള് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. എങ്ങനെയുണ്ട് മാസ ഡയലോഗൊക്കെ അതിലുള്ള? എന്താ പറയാ, എല്ലാവരും കണ്ടിട്ടുള്ള തന്നെ രാവണപ്രഭു. എന്താ പറയാനേ, അതും 4K കാണാൻ നേരത്ത് ഒന്നും പറയാനില്ല, എല്ലാവരും കാണാത്ത സാധനമാണ്. എക്സ്പീരിയൻസ് അത് പഴയ പോലെ തന്നെയല്ലേ, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരിക്കും. കുറച്ചുകൂടി പിക്ചർ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി ഓടി വണ്ണിലല്ലേ. ആ ഡാൻസ് കളിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറാണ്. ഒരു മാസ ഡയലോഗ് മനസ്സിലായിട്ട് പറയാനോ, സവാരിഗിരി അതില്ലേ മാസ ഡയലോഗ്. എങ്ങനെയുണ്ട് വീണ്ടും കാണുമ്പോൾ TV-ലൊക്കെ? എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് അല്ല എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ആ ഒരു ത്രില്ല് നമുക്ക് മാറിയിട്ടില്ല. ഓക്കെ, അതായത് ആ പണ്ട് കണ്ട ആ ഒരു ത്രില്ല് ഇപ്പോഴും അതേ കണക്ക് തന്നെ ഉണ്ട്. ചേട്ടാ പണ്ട് ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള? പണ്ട് തിയേറ്ററിൽ കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. എന്നാൽ ഇപ്പൊ ഒരു ആവേശം ഇപ്പോഴും മാറിയിട്ടില്ല. 100% ഫുൾ ആവേശം. സവാരിഗിരി എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, ഡാൻസ് കളിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുൾ വൈബ് ഓണായിരുന്നു. 2 വാക്ക് എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് അറിയാലോ, എന്ത് പറയാ, സൂപ്പറായിരുന്നു. എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇതാണ്. ഒന്നുകൂടെ കണ്ടപ്പോ അത് പഴയതെല്ലാം മറന്നിട്ട് ഇപ്പൊ കാണാൻ പറ്റും. TV-ല് കണ്ടതല്ലേ, തിയേറ്ററിൽ കണ്ടു? TV-ല് കണ്ട് എത്ര വട്ടം കണ്ടതായിരുന്നു. എന്നാലും ഇത് ഒന്നുകൂടെ കണ്ടപ്പോ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. എങ്ങനെയുണ്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ലാലേട്ടനെ വീണ്ടും പഴയ മോഡലിൽ കണ്ടു, അതൊരു വലിയ ഹാപ്പിയാണ്. പടം നല്ല എക്സ്പീരിയൻസ് ആണ്. കണ്ടിട്ടുണ്ട് ആദ്യം ഇറങ്ങിയ കണ്ട പടം വീണ്ടും കണ്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്രഷ് ആയിട്ട് തന്നെ. എങ്ങനെയുണ്ട്? ആ സൗണ്ട് എഫക്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്, അടിപൊളിയായിരുന്നു. കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ കാണാനായിട്ട് എന്തായാലും പറ്റും. വീണ്ടും കാണുമ്പോൾ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? TV-യിലോട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം ഇങ്ങനെ റീ റിലീസ് കണ്ടപ്പോഴത്തേക്കും
റിയലി റിയലി നമ്മൾ 5 പടവും കഴിഞ്ഞ വർഷം വരെ അതൊക്കെ മേലെ ഫസ്റ്റ് അറിയുമ്പോൾ ഞാൻ കൊച്ചായിരുന്നു ഇപ്പൊ എനിക്ക് നല്ല ആഘോഷിക്കാൻ സൂപ്പർ ഓറ ബ്രോ ഇതാണ് ഓറ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് എങ്ങനെയുണ്ട് ബ്രോ എങ്ങനെയുണ്ട് ഒരു രക്ഷയില്ല 22 വർഷങ്ങൾക്ക് പുറകെ പടം നമുക്ക് കാണാൻ പറ്റിയില്ല പക്ഷെ ഇപ്പൊ കണ്ടപ്പോൾ നല്ല അടിപൊളി ഒരു രക്ഷയില്ല ലാലേട്ടൻ തുടരും